Consonant clusters in English. A consonant cluster is a sequence of two or more consonants occurring within a syllable. അതായത് കോൺസണൻറ്റ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് കോൺസണൻസ് രണ്ടോ അതിലധികമോ ആവാം ഒറ്റ സിലബിളിൽ തന്നെ കാണപ്പെടുന്നതാണ് കോൺസണൻറ്റ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ബ്രഷ് എന്ന വേർഡ് എടുത്താൽ അതിൽ ബ റ് സൗണ്ട്സ് വരുന്നത് ഒറ്റ സിലബിളിലാണ്. ബ്രഷ് എന്ന വേർഡ് മോണോസിലബിക് വേർഡാണ്. സോ ഈ രണ്ട് കോൺസണൻസും ചേർന്ന് ഒരു സീക്വൻസ് ഫോം ചെയ്യുന്നു. അങ്ങനെ ദ സീക്വൻസ് ബ്ര ഇൻ ദ വേർഡ് ബ്രഷ് ഫോം ചെയ്യാണ് ഒരു കോൺസണൻറ്റ് ക്ലസ്റ്റർ. കാരണം എന്താണ്? ഈ രണ്ട് കോൺസണൻസും സെയിം സിലബിളിൽ തന്നെയാണ് ബിലോങ് ചെയ്യുന്നത്. അങ്ങനെ അവരൊരു സീക്വൻസ് ഫോം ചെയ്യാണ് ബ്ര. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഉദാഹരണത്തിന് സ്റ്റാൻഡ് എന്ന വേർഡിൽ മറ്റ് കോൺസണൻസ് ചേർന്നിട്ട് ഫോം ചെയ്യുന്ന സീക്വൻസുകളാണ് സ്റ്റ് ആൻഡ് ഡ. സോ ദേ ആർ കോൺസണൻറ്റ് ക്ലസ്റ്റേഴ്സ്. കാരണം സെയിം സിലബിളിൽ തന്നെയാണ് രണ്ടും ബിലോങ് ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു വേർഡ് എടുക്കാം. ദ വേർഡ് സെൻറ്റർ. സെൻറ്റർ എന്ന വേർഡിൽ ന അതുപോലെ ട് കോൺസണൻസ് ആണ്. അവർ അടുത്തടുത്ത് വരുന്നുണ്ട്, ഒരു സീക്വൻസ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും ഒരു കോൺസണൻറ്റ് ക്ലസ്റ്റർ ആണെന്ന് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ന ആൻഡ് ട് ബിലോങ് ടു ടു ഡിഫറെൻറ്റ് സിലബിൾസ്. സെൻറ്റർ എന്ന വേർഡ് ഒരു ഡൈസിലബിക് വേർഡാണ്. ന ബിലോങ് ചെയ്യുന്നത് സെൻ എന്ന സിലബിളിലും ട് ബിലോങ് ചെയ്യുന്നത് ട് എന്ന സിലബിളിലുമാണ്. സോ ഇത്തരത്തിൽ ചില വേർഡ്സിൽ കോൺസണൻസ് അടുത്തടുത്ത് വരും, ഒരു സീക്വൻസ് പോലെ അടുത്തടുത്ത് അവ വരും. പക്ഷേ രണ്ട് കോൺസണൻസും ബിലോങ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് സിലബിൾസിലായിരിക്കും. ഇത്തരം കോൺസണൻസിനെയാണ് അബുട്ടിംഗ് കോൺസണൻസ് എന്ന് പറയുന്നത്. അടുത്തതായി എന്താണ് സിലബിക് കോൺസണൻസ് എന്ന് നോക്കാം. മുമ്പ് സിലബിൾസ് എന്ന വീഡിയോയിൽ നമ്മൾ ഇതേപ്പറ്റി ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിരുന്നു. അതായത് ചില വേർഡ്സിൽ സിലബിൾസിൽ വവ്വൽസിൻ്റെ പൊസിഷനിൽ ചില കോൺസണൻസ് ആയിരിക്കും ഈ വവ്വൽസിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത്. അതായത് ഒരു വേർഡിലെ സിലബിളിൽ നമ്മൾ വവ്വലായിട്ട് പറയുന്നത് ഈ കോൺസണൻസിനെ ആയിരിക്കും. പൊതുവെ ല, മ, ന, റ് തുടങ്ങിയ കോൺസണൻസ് ആണ് ഈ വവ്വലിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കെറ്റിൽ എന്ന വേർഡ് എടുത്തു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾക്ക് തോന്നും ഒരു സിലബിൾ ഉള്ളൂ എന്ന്. പക്ഷേ അവിടെ രണ്ട് സിലബിളുണ്ട്. അവിടെ ല ആണ് വവ്വലായിട്ട് പ്രവർത്തിക്കുന്നത്. കെറ്റ് എൽ എന്നാണ് നമ്മൾ ഈ വേർഡിനെ രണ്ട് സിലബിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. കെറ്റ് എൽ. സോ എന്നൊരു സൗണ്ട് നമ്മൾ ല പറയുന്നതിന് മുമ്പ് അവിടെ വരുന്നുണ്ട്. മട്ടൺ. മട്ടൺ എന്നുള്ളിടത്തും രണ്ട് സിലബിൾസ് ഉണ്ട്. മറ്റ് എന്നത് ഒരു സിലബിൾ, എൻ എന്നത് രണ്ടാമത്തെ സിലബിൾ. സോ ഇവിടെ ന സൗണ്ടാണ് ഒരു വവ്വലായിട്ട് പ്രവർത്തിക്കുന്നത്. സോ ദ ഇംഗ്ലീഷ് കോൺസണൻസ് ല, മ, ന, റ് സംടൈംസ് ഫങ്ഷൻ ആസ് സിലബിക്. സിലബിക് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ മറ്റൊരു പേരാണ്. സച്ച് കോൺസണൻസ് ആർ കോൾഡ് സിലബിക് കോൺസണൻസ്. സാധാരണ നമുക്കറിയാം, ഒരു സിലബിൾ എന്ന് പറയുമ്പോൾ അതിൽ ന്യൂക്ലിയസ് ഉണ്ടാകും. അതുപോലെ അതിലെ മറ്റ് എലമെൻസിനെയാണ് നമ്മൾ മാർജിനൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ കോൺസണൻസ് എന്ന് പറയുന്നത്. എന്നാൽ ചില സിലബിളിൽ ഈ ന്യൂക്ലിയസ് ഒരു കോൺസണൻ്റ് ആയിരിക്കും.